ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബുക്ക് ക്യാച്ചർ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. കാരണം പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെ ജൂൺ 2026 എക്സാംസ് ഇപ്പോൾ സ്റ്റാർട്ട് ആവാൻ പോവുകയാണ് കേട്ടോ. എക്സാമിൻ്റെ ഡേറ്റും കാര്യങ്ങളും എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ എക്സാമിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഉടനെ തന്നെ പോയിട്ട് രജിസ്ട്രേഷൻ ചെയ്യുക. അപ്പോൾ നമുക്ക് 6-ാം തീയതി മുതൽ എക്സാമിൻ്റെ രജിസ്ട്രേഷൻ പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 6-ാം തീയതി തൊട്ട് 15-ാം തീയതി വരെയാണ് നമുക്ക് രജിസ്ട്രേഷൻസ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾ ഒട്ടും താമസിക്കാതെ വേഗം തന്നെ പോയിട്ട് വിത്തൗട്ട് ഫൈൻ 15-ാം തീയതി വരെ നിങ്ങൾക്ക് 15-ാം തീയതി വരെ നിങ്ങൾക്ക് എക്സാമിന് ആപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റും. പിന്നെ ഇനിയിപ്പോൾ എന്തെങ്കിലും വിട്ടുപോകൊക്കെ ഉണ്ടെങ്കിൽ 17-ാം തീയതി 100 രൂപ ഫൈനോട് കൂടിയിട്ടും വരെ നിങ്ങൾക്ക് എക്സാമിന് രജിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ വരുന്നത് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യണം. രജിസ്ട്രേഷൻ ഫീസ് അടച്ചു കഴിഞ്ഞാൽ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനാണല്ലോ. അത് 21/5-നാണ് ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. പിന്നെ 25/5-ന് എക്സാംസ് സ്റ്റാർട്ട് ചെയ്യും. 11/6 അടുത്ത മാസം 11-ാം തീയതിയോട് കൂടെ എക്സാംസ് എൻഡ് ചെയ്യും. ഇതാണ് യൂണിവേഴ്സിറ്റി ഇപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഒരു സ്കെഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയുടെ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ടെക്സ്റ്റ് ബുക്സ് എല്ലാ കാര്യങ്ങളും അവർക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ID കാർഡും യൂണിവേഴ്സിറ്റി സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇപ്പോൾ MBAയുടെ അഡ്മിഷൻ എടുത്ത കുട്ടികൾക്കും PG UG നോൺ സെമസ്റ്റർ വിഭാഗത്തിൽ അഡ്മിഷൻ എടുത്ത കുട്ടികൾക്കും സെക്കൻഡ് ഇയർ തേർഡ് ഇയർ കുട്ടികൾക്കൊക്കെയാണ് എന്താ പറയുക എക്സാംസിൻ്റെ രജിസ്ട്രേഷൻസ് ഓപ്പൺ ആയിട്ടുള്ളത്. നിങ്ങളുടെ സ്റ്റുഡൻസ് ലോഗിനിലോ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് ജസ്റ്റ് വിളിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. ഇനിയിപ്പോൾ എക്സാം ഫീസ് അടച്ചു തരണമെങ്കിലും നേരത്തെ ഒന്ന് പറഞ്ഞാൽ മതി. ലാസ്റ്റ് ഡേറ്റിന് ആരും നിൽക്കരുത്. 15-ാം തീയതി വരെ നമുക്ക് ഫൈൻ ഇല്ലാണ്ട് ചെയ്യാൻ പറ്റും. 17-ാം തീയതി വരെ മാക്സിമം ആണ് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ എക്സാം സെൻറ്റേഴ്സ് കേരളത്തിൽ എക്സാം സെൻറ്റേഴ്സ് വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോട് പല എക്സാം സെൻറ്റേഴ്സിൻ്റെയും ഡീറ്റെയിൽസ് എക്സാം നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുണ്ട്. നിർത്തോ.